Ladies and gentlemen, this is Adesh and welcome to My Gonadi. ഒളിച്ചോട്ടം സ്റ്റാർ വൺ ആൻഡ് ഓൺലി അനശ്വര രാജൻ. സോ ആളുടെ അടുത്തൊരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ആൾക്ക് ഒളിച്ചോട്ടം സ്റ്റാർ എന്നുള്ളത് ഞാൻ ഇട്ടുകൊടുത്ത പേരൊന്നല്ല, ആളുടെ ഒരുവിധം പടത്തിൽ എല്ലാം ഒളിച്ചോട്ടമാണ്. ഇന്ദ്രജിത്തിന്റെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ ഒളിച്ചോട്ടമാണ്. പൈങ്കിളി സിനിമയിലും ഒളിച്ചോട്ടമാണ്. പിന്നെ അർജുൻ അശോകന്റെ ഏതൊരു പടമുണ്ട്, ആ പടം ഞാൻ കണ്ടിട്ടില്ല, അത് OTT ഇറങ്ങിയിട്ടില്ല. സോ അതിൽ ഒളിച്ചോട്ടമാണെന്നാണ് കരക്കമ്പി. സോ അനശ്വര രാജനും അതേപോലെ തന്നെ കീർത്തി സുരേഷും തമ്മിലൊരു WWE ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ലേഡി ബോംബ് സ്റ്റാർ ടൈറ്റിലിന് വേണ്ടിയിട്ട്. അത് കിട്ടിയോ ഇല്ലേന്ന് ഞാൻ പറയാം. സിനിമയുടെ പേര് ചാമ്പ്യൻ, നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ബേസിക്കലി ഒരു തെലുങ്ക് സിനിമയാണ്, എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. എന്നാലും ഹൈദരാബാദിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഹൈദരാബാദ് പാകിസ്ഥാൻ പറയും പാകിസ്ഥാന് വേണമെന്ന്, അതേപോലെ തന്നെ ഇന്ത്യ പറയും ഇന്ത്യക്ക് വേണമെന്ന്. അപ്പൊ ഒരു പ്രൈവറ്റ് ഒരു മിലിറ്ററി ഗ്രൂപ്പ് ഉണ്ട്, റസാക്കേഴ്സ് അങ്ങനെ എന്തോ പേര്. അവര് വന്നിട്ട് ഈ വില്ലേജസ് ഒക്കെ ആക്രമിക്കുക. അപ്പൊ അവർക്കെതിരെ നിന്ന ഒരു വില്ലേജിന്റെ കഥ പറയുന്ന സിനിമയാണ് ചാമ്പ്യൻ. ആദ്യം അനശ്വര രാജന്റെ കാര്യം തന്നെ പറയണം. കൊച്ചെന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. തെലുങ്ക് പ്ലസ് മലയാളം ഈസ് ഈക്വൽ ടു തെലുങ്കാളം. ഇതിലും ഭേദം വേറെ പലരും ഡബ് ചെയ്താൽ പോരെ. ആ കൊച്ചിന്റെ ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സബ് ടൈറ്റിൽ വേണ്ട. ആ പൂച്ചക്കണ്ണനെ ഇങ്ങോട്ട് വിളി, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അതന്നെ ആയിരിക്കും. അയ്യേ, ഗുഡ്നസ് വാരിയറിയിലാണ്. സിനിമ ഏകദേശം 2.25 മണിക്കൂറുണ്ട്. ഒരു ഹിസ്റ്റോറിക് സ്പോർട്സ് ആക്ഷൻ ഡ്രാമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 1 മണിക്കൂർ എന്തോ ആവുമ്പോഴാണ് ചേച്ചി വരുന്നത്. ചേച്ചി വന്നതും പടത്തിന്റെ ജോണറേ അങ്ങോട്ട് മാറി. കോമാളിത്തരം, ഗുഡ്നസ്, തെലുങ്കാളം. അയ്യേ, അനശ്വര ഒരിക്കലും ഒരു മോശം ആക്ടർ അല്ല. അനശ്വര എന്താണ് ഏതാണ് എന്നൊക്കെ നേര് രേഖാചിത്രമൊക്കെ കണ്ട് നമുക്കറിയാം. പക്ഷേ ഇത് ഒരു ജാതി വെറുപ്പിക്കല. ഇത് വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ്, സീറോ ഇമോഷണൽ കണക്ഷൻ. ആൻഡ് മലയാളത്തിലെ പാൻ ഇന്ത്യൻ സ്റ്റാർ ദുൽഖർ സൽമാൻ ഇതിലൊരു ക്യാമിയോ ചെയ്യുന്നുണ്ട്. പറയണ്ട വിചാരിച്ചാണ്, പക്ഷെ ഇതിലത്തെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോ പറയാൻ തോന്നി. ദുൽഖർ ആകെ മോശമായിട്ട് അഭിനയിച്ചത് 2 സ്ഥലത്താണ്. ഒന്ന് ഈ സിനിമയിൽ, പിന്നെ ഇപ്പൊ C5 ഒരു അഡ്വർടൈസ്മെന്റ് വരുന്നുണ്ട്. ജോസ് ആലുക്കാസിന്റെ എന്തോ സുഹാസിനിയുടെ കല്യാണമൊക്കെ നടത്തുമ്പോ ആ അഡ്വർടൈസ്മെന്റ് കാണാത്തവരൊന്ന് കണ്ടു നോക്കാട്ട. അയ്യേ, ദുൽഖർ കോപ്രായത്തരം കാണിക്കുന്നു. ഇത്രയും വൃത്തികേടായിട്ട് ദുൽഖർ ഒരു സ്ഥലത്തും അഭിനയിച്ചിട്ടുണ്ടാവില്ല. ഇതിൽ ദുൽഖറിന്റെ ഒരു ക്യാരക്ടർ എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. ഒരു ഇമോഷണൽ കണക്ഷനും ഇല്ല. അത് വെറുതെ. ഇനിയിപ്പൊ അനശ്വര അഭിനയിക്കേണ്ടി കണ്ട് കൂടെ വന്ന് അഭിനയിച്ചാണോന്നും അറിയില്ല. സോ ഇതിലെ നായകന്റെ പേര് വന്നിട്ട് മൈക്കൽ C. വില്യംസ്. ആ നായകന്റെ അച്ഛനാണ് ജോർജ് C. വില്യംസ് ആയ ദുൽഖർ. ആള് ഭയങ്കര ഫുട്ബോൾ പ്ലെയർ ആണ്. മാഞ്ചസ്റ്ററിന് കോച്ച് വന്നിട്ട് അണ്ണനെ റിക്രൂട്ട് ചെയ്തിട്ടൊക്കെ പോണതാണ്. ഒരു ഫുട്ബോൾ കളി കാണിക്കുമ്പോൾ മാക്സിമം അത് റിയലിസ്റ്റിക് ആയി കാണിക്കുക. 1 vs 11 ഒന്നും അല്ല നടക്കുന്നത്, 11 vs 11 തന്നെയാണ്. അത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് നല്ല രസത്തിൽ കാണിക്കുമ്പോൾ ആ സിനിമയുടെ കംപ്ലീറ്റ് ഔട്ട്കം തന്നെ മാറും. എന്നാ ഇവിടെ ബൈസിക്കിൾ കിക്ക് എങ്ങനെ കയറിൽ തൂങ്ങിയിട്ടാ. ഇതിലും നന്നായിട്ട് മറ്റേ ലാലേട്ടൻ മഹാസമുദ്രത്തിൽ അടിച്ചിട്ടുണ്ട്. അയ്യേ, ആ സീൻസ് ഒക്കെ കുറച്ചും കൂടി രസത്തിൽ എടുക്കായിരുന്നു. ഈ സിനിമയിൽ ആകെ നന്നായി അഭിനയിച്ചിട്ടുള്ളത് ആ പയ്യൻ മാത്രമാണ്. ഞാൻ പറഞ്ഞ ഹിസ്റ്റോറിക് ആക്ഷൻ ഡ്രാമയാണ്. 2.25 മണിക്കൂറൊക്കെ ഉണ്ട്. എന്നാ അവസാനമൊക്കെ ആക്കിയപ്പോ ഡ്രാമ പറഞ്ഞ അത്രയും ഡ്രാമാറ്റിക് ഡയലോഗ്സ്. ഇതിൽ അനശ്വരയ്ക്ക് ഈ ചെക്കന്റെ അടുത്ത് പ്രേമം തോന്നിയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇവൻ എന്ത് കണ്ടിട്ട് അനശ്വരയുടെ അടുത്ത് പ്രേമം തോന്നിയത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ സിനിമത്തെ മ്യൂസിക് വർക്ക് നൈസായിട്ടാ. ഗിരി 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 രാരിരേ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ ഉണ്ട്, അതൊക്കെ നൈസായിരുന്നു. അവസാനമൊക്കെ ആകുമ്പോൾ വെറുതെ ഇമോഷണൽ സീൻ കൊണ്ടുവന്നിട്ട് പാസം കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കോപ്രായത്തരം കാണിച്ചു വെച്ചിട്ടുണ്ട്. ടു മീ പേഴ്സണലി ദിസ് ഇസ് എ വൺ ടൈം വാച്ചബിൾ. അതായത് സമയമൊന്നും പോവാത്തപ്പോ ഇരുന്ന് കാണാൻ പറ്റിയൊരു പടം. വേറെ ഒന്നുമില്ല. ആ പയ്യൻ ഒഴിച്ച് വേറൊരൊറ്റ ആള് മര്യാദയ്ക്ക് പെർഫോം ചെയ്തിട്ടില്ല. യൂഷ്വലി തെലുങ്കിൽ കാണുന്ന സകല എണ്ണത്തിന് ഇതിൽ കൊണ്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെണ്ണില കിഷോർ ഒക്കെ ഉണ്ട്. എന്തിനെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സോ വേണ്ടവര് കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിൽ എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്.